ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരാഴ്ച റിലീസ് ചെയ്ത കുറച്ച് ട്രെയിലേഴ്സ് ആണ്. അത് കണ്ടിട്ട് ഞാൻ ഹൈപ്ഡ് ആയ കുറച്ച് ട്രെയിലറുകളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അധികം വൈകിപ്പിക്കുന്നില്ല, ചെറിയൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ എല്ലാവരും അവസാനം വരെ വാച്ച് ചെയ്യുക, നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാം. ഒരു ട്രെയിലർ ഈ ഒരു ട്രെയിലറിന്റെ ബിഗിനിങ് ടു എൻഡ് ഒരു രണ്ടുപേരുടെ ഒരു കോൺവെർസേഷൻ ആണ് വരുന്നത്. ഒന്ന് മിസ്റ്റർ ഫെന്റാസ്റ്റിക്കിന്റെയും അതുപോലെ തന്നെ സൂസൻ സ്റ്റോം എന്ന് പറയുന്ന രണ്ട് സൂപ്പർ ഹീറോ ക്യാരക്ടേഴ്സിന്റെ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ പോലെയാണ് ട്രെയിലറിൽ ബാക്ക്ഗ്രൗണ്ട് പോകുന്നത്. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് വോയിസ് ഓവർ പോലെ അവരുടെ രണ്ടുപേരുടെ ഒരു കോൺവെർസേഷൻ ആണ് പോകുന്നത്. ആ കോൺവെർസേഷനിൽ മിസ്റ്റർ ഫെന്റാസ്റ്റിക് നമ്മുടെ ഈ ഒരു ഫെന്റാസ്റ്റിക് ഫോറിന്റെ മൊത്തത്തിലുള്ള സ്റ്റോറിയുടെ സമ്മറി, അതായത് ഫെന്റാസ്റ്റിക് ഫോർ മുമ്പ് കണ്ട അല്ലെങ്കിൽ കോമിക് വായിച്ചവർക്കൊക്കെ അറിയുന്ന കുറച്ച് കാര്യങ്ങൾ പുള്ളി ഒരു ഇൻഡയറക്റ്റ് വേയിൽ നമുക്ക് വോയിസ് ഓവർ പോലെ ഇവരുടെ ഇടയിലുള്ള ആ ഡയലോഗിൽ ഇങ്ങനെ പോകുന്നു. ട്രെയിലറിന്റെ എൻഡൊക്കെ ആവുന്ന സമയത്ത് ആ ഒരു ഡയലോഗിൽ ഉണ്ടാവുന്ന അവരുടെ ഇടയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷന്റെ എൻഡ് എന്ന് പറയുന്നത്, എന്ത് തന്നെ വന്നാലും നമ്മളൊരു ഫാമിലിനെ പോലെ, എന്ത് ഡിസാസ്റ്റർ അല്ലെങ്കിൽ എന്ത് തന്നെ വന്നാലും നമ്മളൊരു ഫാമിലിനെ പോലെ നേരിടും എന്നുള്ള ലെവൽ ഓഫ് ഇതിലാണ് അവർ എൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇതിന്റെ ഇടയിൽ കുറെ ഇന്റൻസ് ആയിട്ടുള്ള കുറെ സീക്വൻസുകൾ, ഒരു ആസ്ട്രോയിഡ് ഫ്രാഗ്മെന്റ്സ് വരുന്ന പോലെയും അതിൽ പക്ഷെ ആസ്ട്രോയിഡ് ഫ്രാഗ്മെന്റ്സ് അല്ല തോന്നുന്നു. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിൽ കുറെ തണ്ടറിന്റെ ഒരു എഫക്ട്സ് ഒക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ രണ്ട് മൂന്ന് നല്ല അടിപൊളി സീക്വൻസ് വിഷ്വൽ എഫക്ട്സ് VFX ഒക്കെ സെറ്റ് ആണെന്ന് കാണിക്കുന്ന രീതിയിൽ ഈ നമ്മുടെ ഹ്യൂമൻ ടോർച്ച് ഈ സ്പേസിലോട്ട് പോയിട്ട് ഇങ്ങനെ സസ്പെൻഡ് ആയി നിൽക്കുന്ന, അവിടെ നിന്ന് ഓക്സിജൻ ഇല്ലാത്തതുകൊണ്ട് തീ കെട്ട് താഴേക്ക് വീഴുന്ന പോലെ ഒരു സീക്വൻസ് ഉണ്ട്. അപ്പൊ ആ ഒരു സീക്വൻസ് ഒക്കെ സെറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു എന്താ പറയാ, ഒരു സിനിമാറ്റോഗ്രാഫിക് ആയിട്ട് ലെവലിൽ നോക്കുമ്പോൾ നല്ലൊരു കോമ്പോസിഷൻ ഒക്കെ ഉള്ള രീതിയിലൊരു എലമെന്റ്. പിന്നെ കുറച്ച് എന്താണ് ഇന്റൻസ് ആയിട്ടുള്ള വേറെയും കുറച്ച് മൂവ്മെന്റ്സ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതിൽ ഈ ഒരു ജയന്റിന്റെ ഒരു ഷാഡോ സിറ്റിയുടെ മേലെ ഇങ്ങനെ വീഴുന്നതും, അതുപോലെ തന്നെ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ ഒരു കോമ്പോസിഷന്റെ തൊട്ട് സൈഡിലായിട്ട് ഈ ജയന്റിന്റെ തല മാത്രമായിട്ടൊക്കെ കുറച്ച് സീൻ, അങ്ങനെ ഇന്റൻസ് ആയിട്ടും അതുപോലെ തന്നെ ഫാമിലി കൈൻഡ് ഓഫ് ഒരു ഫീല് തരുന്ന രീതിയിൽ, അതായത് ഇവരുടെ ഈ ഒരു 4 ടീമിന്റെ ഫാമിലി ബോണ്ട് വരുന്ന രീതിയിലുള്ള ഒരു ടോണിലാണ് ഈ ഒരു ട്രെയിലർ മൊത്തത്തിൽ എൻഡ് ചെയ്തിരിക്കുന്നത്. അത് കൂടാതെ ഇതിൽ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സൈഡ് കിക്ക് ക്യാരക്ടേഴ്സ് അവരെയും ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആരാണെന്ന് പോലും എനിക്ക് സംഭവം അത് ഒരു ഡീറ്റെയിൽസ് ഇല്ലാത്ത കുറച്ച് റാൻഡം ക്യാരക്ടേഴ്സിന്റെ ഫേസും നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ഈ ട്രെയിലർ ആക്കിയിരിക്കുന്നത്. ഒരു ഹൈപ്പ് ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സൂപ്പർ ഹീറോ മൂവീസിന്റെ ഒരു നോർമൽ, മാർവലിന്റെ ആണെങ്കിലും DC ആണെങ്കിലും ഒരു നോർമൽ ടോൺ അറിയാം. പക്ഷെ അത്ര ഹൈപ്പ് അല്ല. എന്നാലും ഓക്കെ, ഞാൻ എന്താ ഫാന്റാസ്റ്റിക് ഫോർ ഇതിന് മുമ്പുള്ള നമ്മുടെ ആദ്യത്തെ ഇതും അതൊക്കെ രണ്ടാമത്തെയൊക്കെ കണ്ട് വന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് ഇത് ഒന്നും കണ്ടാൽ കൊള്ളാം എന്നുള്ള ഒരു ഇതുണ്ട്. അപ്പൊ ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നത് തിയേറ്റേഴ്സിലാണ്. ജൂലൈ 25-ലാണ് മൊത്തം വേൾഡ് വൈഡ് റിലീസ് ആണെന്നാണ് എൻ്റെ ഒരു ഗസ്. ഇന്ത്യയിലും ആ ഒരു ടൈമിൽ തന്നെ ആയിരിക്കും, അതൊരു വെള്ളിയാഴ്ചയാണ്. അപ്പൊ സോ ഇന്ത്യയിലും ആ ഒരു ടൈമിൽ തന്നെ ആയിരിക്കണം ഇറങ്ങുക. ട്രെയിലർ ആൻഡ് ഈ മൂവി ഞാൻ എന്തുകൊണ്ട് വെയിറ്റ് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഫൈനൽ ഡെസ്റ്റിനേഷൻ ഫാനാണ് ഞാൻ. അപ്പം ഫൈനൽ ഡെസ്റ്റിനേഷൻ ഫാൻ ആയത് കൊണ്ട്, അതായത് 90s കിഡ്സിനൊക്കെ അറിയാൻ പറ്റുന്ന ഒരു മൂവിയാണ് ഈ ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ക്ലിയർ കട്ട് ക്രാഫ്റ്റിംഗ് ആണ് അവരുടെ ഡോമിനോ എഫക്റ്റിലുള്ള ഒരു ഡെത്ത് ആണ് ഇതിൽ കാണിക്കുന്നത്. അതൊരിങ്ങനെ സസ്പെൻസ് ബിൽഡ് ചെയ്ത് പോയിട്ടാണ് നമുക്ക്. ഓക്കെ, വളരെ ഷോർട്ട് ആയിട്ടുള്ള ട്രെയിലറാണ്. ഇനി യൂട്യൂബിന് വേണ്ടിയിട്ടാണോ എന്ന് എനിക്കറിയില്ല. R-rated ആയിട്ടുള്ള കുറെ എലമെന്റ്സ് ഒക്കെ അവർ ഒഴിവാക്കിയിട്ടുണ്ട്. സോ പിന്നെ ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും സൗണ്ട് എഫക്ട്സ് ഒക്കെ ഈ ഒരു ട്രെയിലറിലാണെങ്കിൽ ഗംഭീരമായിട്ട്, എന്നെ ഒരു ചെറിയൊരു ട്രെയിലർ ആണെങ്കിൽ നമ്മളെ പിടിച്ചിരുത്തുന്ന രീതിയിലുള്ള ഒരു ക്രിസ്പ് ക്രാഫ്റ്റഡ് ആയിട്ടുള്ള ഒരു ട്രെയിലറാണ്. അതായത് ഭയങ്കര ക്ലിയർ കട്ട് എഡിറ്റിംഗ് ആയിട്ടുള്ള ഒരു ട്രെയിലറാണ്. എന്നെ ഇതിൽ ഇംപ്രസ് ചെയ്ത വേറൊരു എലമെന്റ് എന്ന് പറയുന്നത് ഇതിലെ ഒരു ടാഗ് ലൈൻ ആണ്, ഡെത്ത് റൺസ് വിത്തിൻ ദ ഫാമിലി. അപ്പോൾ നമുക്കൊരു ഹിന്റും കൂടെ തന്നിട്ടുണ്ട്. അപ്പൊ ഫാമിലിയുടെ ഉള്ളിലുള്ള ഒരു ഡെത്ത് ഇതാണ്. അതുകൊണ്ടാണ് ബ്ലഡ് ലൈൻ എന്നുള്ള ആ ഒരു ടൈറ്റിലിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഇതുമാണ് അവർ കൊടുത്തിരിക്കുന്നതെന്നാണ് എനിക്കൊരു തോന്നിയത്. ആൻഡ് ഇതിലൊരു എക്സൈറ്റിംഗ്, ഇതിലൊരു ആഡ് ഓൺ എക്സൈറ്റ്മെന്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് IMAX-ന് വേണ്ടി ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. പ്യൂർലി IMAX-ന് വേണ്ടി ഷൂട്ട് ചെയ്തിട്ടുള്ള. അപ്പൊ IMAX-ന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവരോട് പറയാം ഈ ഒരു സിനിമ പോയി കാണാൻ. ഐ ആം പേഴ്സണലി വെയിറ്റിംഗ് ഫോർ ദിസ് മൂവി. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ഒരു IMAX സിനിമ കണ്ടിട്ടില്ല. ഞാൻ അവതാർ മിസ് ചെയ്തു. അപ്പൊ ഇത് എനിക്കിപ്പോ IMAX ആക്സസിബിലിറ്റി ഉള്ള ഒരു ടൈമിലാണ് ഇത് റിലീസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ മിക്കവാറും
ഈ ഐമാക്സിൽ പോയി ഞാനിത് കാണും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഈ സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നത് May 16 ഇതിൽ ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്ന എല്ലാ മൂവീസിന്റെ റിവ്യൂ ഞാൻ തന്നെ ഇടുമായിരിക്കും. ട്രെയിലർ കണ്ടിട്ട് ഈ മൂവി കാണണം എന്ന് എന്തുകൊണ്ട് തോന്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അച്ഛൻ മകൻ ആ ഒരു ഇന്ററാക്ഷൻ, ഒരു അച്ഛൻ ഒരു മകനെ എങ്ങനെയൊക്കെയാണോ ട്രെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണോ ക്രിട്ടിസൈസ് ചെയ്യുന്നത്, അങ്ങനെ കുറെ ഫാക്ടേഴ്സ് തന്നെ ട്രെയിലറിൽ വന്നിരിക്കുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഒരു ഏജ് ആകുന്ന സമയത്ത് മക്കള് അച്ഛനെ അല്ലെങ്കിൽ എൽഡേഴ്സിനെയൊക്കെ എന്താ പറയാ ക്രിട്ടിസൈസ് ചെയ്യുന്നതും, അങ്ങനെ ഒരു ഫീൽ ഗുഡ് മൂവി ആയിട്ടാണ് എനിക്ക് കണ്ടപ്പോൾ, ആ ഒരു ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ആൻഡ് കുറെ അവാർഡുകളുടെ ഒക്കെ മെൻഷൻ ഈ ട്രെയിലറിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഈ അവാർഡ് എന്ന് പറയുന്ന ഒരു എലമെന്റും എനിക്ക് ഈ ഒരു മൂവിനെ അട്രാക്ട് ചെയ്ത ഒരു ഫാക്ടറാണ്. അപ്പൊ ഈ ഒരു മൂവി റിലീസ് ചെയ്യുമ്പോൾ ഞാൻ എന്തായാലും പോയി കാണും. ഫെബ്രുവരി 7 റിലീസ് ചെയ്യുന്നത്. ഈ മാസം 7 ഈ ഒരു മൂവി ആമസോൺ പ്രൈമിൽ വരാൻ പോകുന്നത്. അപ്പൊ ഞാൻ ആ ഒരു ഫീൽ ഗുഡ് ആൻഡ് കുറെ മെസ്സേജസ് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഈ ഒരു മൂവിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. സോ അങ്ങനെയുള്ള മൂവീസ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഒരു ഇത് ഷെയർ ചെയ്യുക. അപ്പൊ നിങ്ങൾ ഇതുവരെ ഈ വീഡിയോസ് ഒക്കെ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിനിമ ഇസ് എന്താ പറയാ ക്രേസ്, അല്ലെങ്കിൽ എന്നെ പോലെ ഒരു ഫിലിം ബഫ് ആയിരിക്കും നിങ്ങൾ. അപ്പൊ അങ്ങനെ ഒരു ഫിലിം ബഫ് ആണെന്നുണ്ടെങ്കിൽ ഫിലിംസ് റിലേറ്റഡ് അപ്ഡേറ്റിന് വേണ്ടി എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തതെന്ന് പറയുന്നത് എപ്പോഴാണ് റിലീസ് ചെയ്യാന്ന് എനിക്കറിയില്ല. നെറ്റ്ഫ്ലിക്സിലാണ് റിലീസ് ചെയ്യുന്നത്. കമ്മിങ് സൂൺ എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. വെറും ടെസ്റ്റ് എന്നാണ് ഈ ഒരു സിനിമയുടെ പേര്. ട്രെയിലർ കണ്ടിട്ട് ഞാൻ ഇംപ്രസ്ഡ് ആയോ ചോദിച്ചു കഴിഞ്ഞാൽ അത്ര ഇംപ്രസ്ഡ് ഒന്നും ആയില്ല. പക്ഷെ ഇതിന്റെ കാസ്റ്റിങ്ങും ഇതിന്റെ ഡിസ്ക്രിപ്ഷനിലുള്ള ഒരു ടാഗ് ലൈൻ എന്ന് പറയുന്നത് എന്നെ ഭയങ്കരമായിട്ട് ഓക്കെ സംതിങ് ഈസ് ദെയർ എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു ഡിസ്ക്രിപ്ഷനും കൂടി ആയിരുന്നു അത്. സോ ഈ 3 എലമെന്റ്സ് ആണ് എന്നെ ഈ ഒരു സിനിമ കാണണം എന്നുള്ള ആ ഒരു ലെവലിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഫാക്ടേഴ്സ്. അപ്പൊ ഞാൻ ഏതൊക്കെയാന്ന് പറയാം. ഓക്കെ, സിനിമ ക്രിക്കറ്റ് ബേസ്ഡ് ആണ്. അത് ഒരു ഇത് ബയോപിക് ആണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ബയോപിക് ആവാനുള്ള സാധ്യതയില്ല. പിന്നെ എന്നെ ഇംപ്രസ് ചെയ്ത ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഇതിന്റെ കാസ്റ്റിംഗ് ആണ്. ഭയങ്കര പ്രോമിനന്റ് ആയിട്ടുള്ള, നമുക്ക് എന്താ പറയാ ഓക്കെ ഇവരുണ്ടെങ്കിൽ മൂവി നല്ല രീതിയിൽ പോവും എന്ന് തോന്നുന്ന കുറച്ച് കാസ്റ്റാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഒന്ന് നമ്മുടെ മാധവനാണ്, പിന്നെ നയൻതാര, പിന്നെ മീര ജാസ്മിൻ, ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ഈ ഒരു 4 ആക്ടേഴ്സ് ആണ് ഈ ഒരു ഇതിൽ കാസ്റ്റിംഗിന്റെ, ഞാൻ പറഞ്ഞില്ലേ കാസ്റ്റിംഗ് കാരണം ഞാൻ ഭയങ്കര ഹൈപ്ഡ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. നമുക്ക് നോക്കാം നല്ലൊരു സിനിമയാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. ബട്ട് ഈ 4 മൂവീസിനെ ാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. അപ്പം ഒരിക്കൽ കൂടി പറയുന്നത്, എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പം നമ്മൾ പറഞ്ഞ മൂവീസിന്റെ എന്തായാലും റിവ്യൂസ് നമ്മൾ ഈ ഒരു ചാനലിൽ ഇടുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ. നിങ്ങൾ ഈ ട്രെയിലർ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ഉണ്ടാവും. നിങ്ങൾക്ക് ഈ ട്രെയിലർ ഇഷ്ടമായോ, നിങ്ങൾ ഈ സിനിമ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരാളാണോ എന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയ്ക്ക് വരുന്നതായിരിക്കും. ബൈ ബൈ ഗൈസ്. ചെറിയൊരു ട്രെയിലർ ആണെങ്കിൽ നമ്മൾ പിടിച്ചിരുത്തുന്ന രീതിയിലുള്ളൊരു ക്രിസ്പ് ക്രാഫ്റ്റഡ് ആയിട്ട്, അതായത് ക്രിസ്പി ആയിട്ട്